ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിഗിനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്കറിയാം 10ാം ക്ലാസ് എന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് എന്നുള്ളത്. അത്ര തന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കുടുംബക്കാരും അതേപോലെ വീടിൻ്റെ അടുത്തുള്ളവരും ഒക്കെ നമുക്കറിയാം, നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്നു, 10ആണല്ലേ, ഫുൾ A+ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതേപോലെ എല്ലാവരും കാത്തിരിക്കുകയാണ് 10ാം ക്ലാസ്സിൽ എത്ര മാർക്കായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ വീടിൻ്റെ അടുത്തുള്ളവർ വിചാരിക്കും, എത്ര മാർക്ക് കിട്ടും, ഫുൾ A+ കിട്ടില്ലേ, നമുക്ക് ഫ്ലക്സ് വെക്കണ്ടേ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ഇതുപോലെയുള്ള ആഗ്രഹങ്ങളും അതേപോലെ തന്നെ കൗതുകത്തോടെയും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ക്ലാസ്സാണ് 10ാം ക്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SSLC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിന് മറ്റുള്ള ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ക്ലാസ്സുകളേക്കാൾ ഒട്ടേറെ പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ 10ാം ക്ലാസ്സിലെ പഠനവും അതേപോലെ തന്നെ ഒട്ടേറെ പ്രത്യേകതകളുള്ളതായിരിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഉഴപ്പിയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെയൊന്നും പഠിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു ക്ലാസ്സല്ല 10ാം ക്ലാസ് എന്ന് പറയുന്നത്. കാരണം 10ാം ക്ലാസ്സിന് അത്രയേറെ പ്രാധാന്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും, ടീച്ചർമാരും അധ്യാപകരും മറ്റുള്ള കൂട്ടുകാരും നമ്മുടെ കൂടെയുള്ളവരും കുടുംബക്കാരും സുഹൃത്തുക്കളുമൊക്കെ ഉറ്റുനോക്കുന്ന ക്ലാസ്സാണ് 10ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ കൂടി പാസ്സാവാൻ സാധിക്കുക എന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ വാങ്ങിയിട്ട് നിങ്ങളോട് എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത്, അതേപോലെ സ്കൂളിൽ ഒരു ആദരവ് വഹിച്ചിട്ട് നിങ്ങൾ അവിടെ പങ്കെടുക്കാൻ പോകുന്നത്, അവിടെ നിങ്ങൾ മൈക്കിൻ്റെ മുമ്പിൽ പ്രസംഗിക്കുന്നത്, ഇതൊക്കെ ഒന്ന് വെറുതെ ചിന്തിച്ച് നോക്കൂ. എന്തൊരു മനോഹരമായിരിക്കും ആ ഒരു സമയം. അപ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ വിടരുന്ന ആ പുഞ്ചിരി ഒന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം നമ്മളിനി പഠനത്തിലേക്ക് കടക്കാനായിട്ട്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് 10ാം ക്ലാസ്സിൽ ഒരു മുഴുവൻ A+ കൂടി നല്ലൊരു മാർക്കോടുകൂടി പാസ്സായിട്ട് വരാൻ സാധിക്കും എന്നതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒരിക്കലും SSLC പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാനായി തിരഞ്ഞെടുക്കരുത് എന്നുള്ളതാണ്. കാരണം തലേ ദിവസം നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള, ഒന്ന് പരീക്ഷയെ സമാധാനമായിട്ട് നമുക്കൊന്ന് എതിരേൽക്കണം. അതിനുവേണ്ടി മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കാനുള്ള സമയമാണ് തലേ ദിവസം. അപ്പോൾ അധികമായിട്ടിരുന്ന് പഠിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ പഠനത്തെ അതിനു മുൻപ് തന്നെ, പരീക്ഷയുടെ ഡേറ്റ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ അപ്പോഴേക്കും നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പഠിച്ച് തീർത്തു കഴിഞ്ഞാൽ പരീക്ഷയുടെ ദിവസങ്ങളിൽ നമുക്ക് സമാധാനത്തോടു കൂടി പോയി പരീക്ഷ എഴുതിയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ഒരു ടിപ്പായിട്ട് എനിക്കിവിടെ പറയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമതായി A+ നേടുന്നതിനുള്ള ടിപ്പ് എന്ന് വെച്ചാൽ, പഠനം എന്നുള്ളത് എന്നും ഒരു ശീലമാക്കി മാറ്റുക. നമ്മൾ പല്ല് തേക്കുന്നത് പോലെയും കുളിക്കുന്നത് പോലെയുമുള്ള ഒരു ശീലമായിട്ട് ഇത്രയും നേരം ഞാൻ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും എന്ന് ഒരു പ്രതിജ്ഞ എടുക്കുക. അങ്ങനെ നമ്മൾ ക്ലാസ് വിട്ട് വന്നതിന് ശേഷം ഒരു നിശ്ചിത സമയം പഠിത്തത്തിന് വേണ്ടി കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് രാവിലെയോ ഒരു കുറച്ച് നേരം, രാവിലെയൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്ന കുട്ടികളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ എന്നും പഠിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിൻ്റ്. ഇനി മൂന്നാമതായി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ എളുപ്പത്തിൽ പാസ്സായി മികച്ച മാർക്കുകളും ഗ്രേഡുകളും ഒക്കെ വാങ്ങി പോയതിനെ പറ്റി ഒരുപാട് ടീച്ചർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കഥകൾ, അവരുടെ മക്കളുടെയും അവരുടെ കുടുംബക്കാരുടെയും ഒക്കെ കഥകൾ എന്നോട് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പല ടീച്ചർമാരും എന്നോട് പറയാറുള്ളതാണ്. ഞാനിങ്ങനെ ടീച്ചർമാരെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ എന്നോട് പറയാറുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വിദ്യാർത്ഥികൾ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ പഠിക്കുന്നവർ കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് അവരെന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ അടുത്തതായിട്ട് എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ബാക്കി നിങ്ങൾക്ക് കളിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാനുമുള്ള സമയം നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും. കാരണം
രാവിലെ പഠിത്തം കഴിഞ്ഞല്ലോ, പിന്നെ പഠിത്തത്തെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. എന്താണ് ദൃശ്യവൽക്കരിക്കേണ്ടത്? എന്തെങ്കിലും ദൃശ്യവൽക്കരിച്ചാൽ മതിയോ? പോരാ. നിങ്ങൾ പരീക്ഷയ്ക്ക് വിജയിച്ച് ഫുൾ A+ വാങ്ങി നിങ്ങളുടെ ഫ്ലെക്സ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വെക്കുന്നതും അത് നിങ്ങളുടെ കൂട്ടുകാരും കുടുംബക്കാരുമൊക്കെ വന്ന് നോക്കി നിങ്ങളെ അഭിനന്ദിക്കുന്നതും, അതേപോലെ സ്കൂളിൽ A+ വാങ്ങിയവരെ ആദരിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് വെക്കുന്നതും അവിടെ നിങ്ങൾ പോയി മൈക്കിൽ പ്രസംഗിക്കുന്നതും ടീച്ചർമാർ നിങ്ങളെ തോളിൽ തട്ടി വെൽ ഡൺ മൈ ബോയ് എന്നൊക്കെ പറയുന്നതും നിങ്ങളിങ്ങനെ മനസ്സിൽ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കാണുന്നതിനൊരു പവറുണ്ട്. ലോ ഓഫ് അട്രാക്ഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമ്മളിങ്ങനെ ഒരു കാര്യം ദൃശ്യവൽക്കരിക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അത് വേറെ ടോപ്പിക്കാണ്. അത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നിങ്ങളതിന് താഴെ കമൻറ്റ് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാവുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. കേട്ട് പഠിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ ഹെഡ്ഫോൺ വെച്ച് അത് കേട്ടുകൊണ്ടിരിക്കുക. ഉറങ്ങാൻ പോകുമ്പോൾ അത് കേട്ടുകൊണ്ട് ഉറങ്ങുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ നമ്മുടെ പഠന ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നതിനും അത് മറന്നു പോവാതെ എപ്പോഴും ഓർത്തിരിക്കുന്നതിനും പരീക്ഷയുടെ ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർത്ത് എടുത്ത് എഴുതുന്നതിനും സഹായിക്കും. ഇനി അടുത്ത ഒരു ടിപ്പാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ്. ഈ ടിപ്പ് നിങ്ങളോട് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇതുവരെ നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഈ ടിപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. അതായത് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്ത് പൂർണ്ണ ശ്രദ്ധയോടെ 100% ശ്രദ്ധയോടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വീട്ടിൽ വന്ന് വെറുതെ ആ പേജ് ഒന്ന് മറച്ചു നോക്കിയാൽ തന്നെ അത് ഓർമ്മ വരും എന്നുള്ളതാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ക്ലാസ്സിൽ അത്രയും ശ്രദ്ധയോടെയാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നീട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു വർഷം പകുതിയാകുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, തുടക്കം മുതൽ ആലോചിച്ച് വരേണ്ടതാണ്. ക്ലാസ്സിലിരിക്കുന്ന ആ സമയം 100% ശ്രദ്ധയോടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ടീച്ചർ പറയുന്നത്, അതിൻ്റെ ശബ്ദം, ടീച്ചർ ഉപയോഗിച്ച എന്തെങ്കിലും ആംഗ്യങ്ങൾ, ഇതൊക്കെ ഓർമ്മ വരികയും പരീക്ഷ എഴുതുമ്പോൾ ചോദ്യം കാണുമ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞ ആ വാക്ക് നിങ്ങളുടെ കാതിൽ വരികയും ചെയ്യും. ഇതെനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. ഇത് ചെയ്യുകയാണെങ്കിൽ കേട്ടിട്ടില്ലേ ചിലരൊക്കെ ഉഴപ്പും പഠിപ്പും ഒരുമിച്ചാണ് എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ വളരെ ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവാൻ സാധിക്കും. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ. അടുത്ത വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. താങ്ക് യു.